നമസ്കാരം. 2026 കറണ്ട് അഫയേഴ്സ് സീരീസിലെ ഏപ്രിൽ മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ പഠിച്ചു വരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ക്ലാസ്സാണ് ഇന്നത്തേത്. ഇന്നത്തെ ക്ലാസ്സോടുകൂടി നമുക്ക് ഈ ഭാഗം പൂർത്തിയാക്കാം. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, കറണ്ട് അഫയേഴ്സ് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടൊരു പുസ്തകം ആസ്ഥ അക്കാഡമി തയ്യാറാക്കിയിട്ടുണ്ട്. 2026 മാർച്ച് മാസം വരെയുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ഒരു പുസ്തകമാണ്. ഏപ്രിൽ മാസത്തിലെ നോട്ട് നിങ്ങൾക്ക് ടെലഗ്രാം ചാനൽ വഴി ലഭിക്കും. 135 രൂപ മാത്രം വിലയുള്ള ഒരു പുസ്തകമാണ്. വളരെ കുറച്ച് പേജുകൾ, അതായത് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രമേ പുസ്തകത്തിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ. ചെറിയ സൈസിലുള്ള ഒരു പുസ്തകമാണ്. 208 പേജുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ പഠിക്കാൻ തുടങ്ങുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, നിങ്ങളൊരു തുടക്കക്കാരനാണെങ്കിൽ കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ ഏറ്റവും നല്ല ഒരു പുസ്തകം ഇതാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഞാൻ തന്നെ തയ്യാറാക്കിയ പുസ്തകമാണ്. ഈ പുസ്തകം ആവശ്യമുള്ളവർ ഈ കാണുന്ന നമ്പറിലോട്ട് വിളിക്കുക, അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക. ഇത്തിരി തിരക്കുള്ള ഒരു നമ്പറാണ്. വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യണം? മെസ്സേജ് അയച്ചാൽ മതി. ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്തോളാം. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യമുള്ളത്, ആസ്ഥ അക്കാഡമിക്ക് ഏതെങ്കിലും തരത്തിൽ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ ഒരു കാരണവശാലും QR കോഡ് വഴിയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഏതെങ്കിലും ഫോൺ നമ്പർ വഴിയോ നിങ്ങൾ GPay ഒന്നും ചെയ്യരുത്. അതിന് വേണ്ടിയിട്ട് ആസ്ഥ അക്കാഡമിക്ക് ഒരു UPI ID ഉണ്ട്. ആ UPI ID വഴി മാത്രമേ പേയ്മെൻറ്റ് ചെയ്യാവൂ. ആസ്ഥ അക്കാഡമിയുടെ UPI ID QR.aastac@sib എന്നുള്ളതാണ്. അതുവഴി നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഈ നമ്പറിലോട്ട് വിളിക്കുമ്പോൾ ആ കാര്യങ്ങളെല്ലാം അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിനകത്തോട്ട് വരികയാണ്. ഞാൻ അജിത് സുമേരു. ഏവർക്കും ആസ്ഥ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ശരി, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യത്തെ പോയിന്റിലോട്ട് വരാം. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച അതിൻ്റെ ആദ്യത്തെ ആണവ അന്തർവാഹിനി, അല്ലേ? ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ ആണവ അന്തർവാഹിനി ഏതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? INS അരിഹന്ത്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യത്തെ ആണവ അന്തർവാഹിനിയാണ് INS അരിഹന്ത്. ഇന്ത്യ രണ്ടാമതായി നിർമ്മിച്ച തദ്ദേശീയമായി നിർമ്മിച്ച ആണവ അന്തർവാഹിനിയാണ് INS അരിഘട്ട്. അത് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. INS അരിഘട്ട്. ഇപ്പോൾ നമ്മൾ 2026 ഏപ്രിൽ മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ആണ് പഠിക്കുന്നത്. അവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, 2026 ഏപ്രിൽ മാസത്തിൽ കമ്മീഷൻ ചെയ്യപ്പെട്ട ഇന്ത്യയുടെ തദ്ദേശീയമായി നിർമ്മിച്ച മൂന്നാമത്തെ ആണവ അന്തർവാഹിനി ഏത് എന്നുള്ളതാണ്. ഇന്ത്യയുടെ മൂന്നാമത്തെ ആണവ അന്തർവാഹിനിയാണ് INS അരിദമൻ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? INS അരിഹന്ത് ആയാലും INS അരിഘട്ട് ആയാലും INS അരിദമൻ ആയാലും എന്താണ്? ആണവ അന്തർവാഹിനികളാണ്, അല്ലെ? ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആണവ അന്തർവാഹിനികളാണ്. അതിൽ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പറഞ്ഞത് ഏതാണ്? INS അരിദമൻ. ആദ്യത്തേത് ഏതാണ്? INS അരിഹന്ത്. അപ്പോൾ അതിനകത്തൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് വേണം, അത് ഓർത്ത് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് ഒരു പുസ്തകത്തിനെ പരിചയപ്പെടാം. ദ ക്യൂരിയസ് ആൻഡ് ദി ക്ലാസിഫൈഡ്. ദ ക്യൂരിയസ് ആൻഡ് ദി ക്ലാസിഫൈഡ് എന്ന് പറയുന്ന പുസ്തകം. ആ പുസ്തകം രചിച്ചത് ആര് എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചേക്കാം. അത് മനോജ് മുകുന്ദ് നരവനെയാണ്. ആരാണ്? മനോജ് മുകുന്ദ് നരവനെ. ആരാണ് മനോജ് മുകുന്ദ് നരവനെ എന്ന് ചോദിച്ചാൽ, ഇന്ത്യയുടെ മുൻ കരസേനാ മേധാവിയാണ്. മേജർ ജനറൽ മനോജ് മുകുന്ദ് നരവനെ. ഒരു വിവാദ നായകനാണ്. അപ്പോൾ ദ ക്യൂരിയസ് ആൻഡ് ദി ക്ലാസിഫൈഡ് എന്ന് പറയുന്ന പുസ്തകം 2026 ഏപ്രിൽ മാസത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട പുസ്തകമാണ്. ആ പുസ്തകം രചിച്ചത് ആര് എന്ന് ചോദിച്ചാൽ മേജർ ജനറൽ മനോജ് മുകുന്ദ് നരവനെയാണ്. ഇതുപോലെ ഒരു പുസ്തകം നമ്മൾ 2026 മാർച്ച് മാസത്തിലെ കറണ്ട് അഫയേഴ്സ് പഠിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേരാണ് 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി. 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി. ഇനിയും പ്രസിദ്ധീകരിച്ചിട്ടില്ലാത്ത ഒരു പുസ്തകമാണ്. പക്ഷേ ആ പുസ്തകത്തിനകത്തുള്ള ചില കണ്ടന്റുകൾ ലീക്കായി. അതുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്കകത്ത് കുറച്ച് വിവാദങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ ശ്രദ്ധിക്കപ്പെട്ട ഒരു പുസ്തകമാണ് 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി. അപ്പോൾ ഈ 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന് പറയുന്ന പുസ്തകവും രചിച്ചിരിക്കുന്നത് ആരാണ്? മേജർ ജനറൽ മനോജ് മുകുന്ദ് നരവനെയാണ്. അപ്പോൾ 2 പുസ്തകങ്ങൾ, ദ ക്യൂരിയസ് ആൻഡ് ദി ക്ലാസിഫൈഡ് എന്ന് പറയുന്ന പുസ്തകം, 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന് പറയുന്ന പുസ്തകം, ഈ 2 പുസ്തകങ്ങളും രചിച്ചിരിക്കുന്നത് മനോജ് മുകുന്ദ് നരവനെയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് 2026 ഏപ്രിൽ മാസത്തിൽ
കൽപ്പിത സർവകലാശാല പദവി ലഭിച്ച ഇന്ത്യയിലെ വിദ്യാഭ്യാസ ഗവേഷണ സ്ഥാപനം ഏതാണ്? 2026 കൽപ്പിത സർവകലാശാല അല്ലെ. കൽപ്പിത സർവകലാശാല അഥവാ നമ്മൾ എന്ത് പറയും? ഡീംഡ് യൂണിവേഴ്സിറ്റി എന്ന് പറയും. കേരളത്തിലൊരു കൽപ്പിത സർവകലാശാലയുണ്ട്. ഏതാണത്? കേരള കലാമണ്ഡലം. നമുക്കറിയാവുന്ന കാര്യമാണ്. കേരള കലാമണ്ഡലം എന്ന് പറയുന്നത് ഒരു കൽപ്പിത സർവകലാശാലയാണ്. കൽപ്പിത സർവകലാശാലകളുടെ ഗുണം എന്താണ് എന്ന് ചോദിച്ചാൽ അവർക്ക് സ്വന്തമായിട്ട് സിലബസ് ഉണ്ടാക്കാൻ പറ്റും, സ്വന്തമായിട്ട് പാഠഭാഗങ്ങൾ ചിട്ടപ്പെടുത്താൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള സ്വാതന്ത്ര്യം അത്തരം സർവകലാശാലകൾക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ഇപ്പോൾ 2026 ഏപ്രിൽ മാസത്തിൽ കൽപ്പിത സർവകലാശാല പദവി ലഭിച്ച ഇന്ത്യയിലെ ഒരു വിദ്യാഭ്യാസ ഗവേഷണ കേന്ദ്രം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് NCERT ആണ്. NCERT അല്ലേ? NCERT അല്ലേ? അപ്പോൾ അതിൻ്റെ പൂർണ്ണ രൂപം കൂടി മനസ്സിലാക്കി വെക്കണം. പിള്ളേരുടെ പുസ്തകത്തിൽ അത് പഠിക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട്. നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ്. നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് എന്നുള്ളതാണ് ഏതിൻ്റെ? NCERTയുടെ പൂർണ്ണ രൂപം. അവിടെ ഒരു കാര്യം കൂടി മനസ്സിലാക്കി വെക്കണം. NCERT എന്ന് പറയുന്ന സ്ഥാപനം എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടത് ഏത് കൊല്ലമാണ് എന്ന് കൂടി മനസ്സിലാക്കി വെക്കണം. 1961 NCERT സ്ഥാപിക്കപ്പെടുന്നത് 1961 എന്ന് കൂടി മനസ്സിലാക്കി വെക്കണം. പിള്ളേരുടെ പുസ്തകത്തിൽ അത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് ലതാ മങ്കേഷ്കർ പുരസ്കാരം 2026. ലതാ മങ്കേഷ്കർ ആരാണ് എന്ന് നിങ്ങൾക്ക് അറിയാം. ബോളിവുഡിലെ വളരെ പ്രസിദ്ധയായിട്ടുള്ള ഗായികയാണ് ആര്? ലതാ മങ്കേഷ്കർ അല്ലെ. അവർ 2022 ഫെബ്രുവരി മാസത്തിൽ മരണപ്പെട്ടു. അതിനുശേഷം അവരുടെ പേരിൽ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി. ആ ട്രസ്റ്റ് ഒരു പുരസ്കാരം ഏർപ്പെടുത്തി. അതാണ് ലതാ മങ്കേഷ്കർ പുരസ്കാരം. മധ്യപ്രദേശ് സർക്കാരും ലതാ മങ്കേഷ്കറിന്റെ പേരിൽ പുരസ്കാരം നൽകുന്നുണ്ട്. ഈ പറയുന്ന പുരസ്കാരം അതല്ല. ലതാ മങ്കേഷ്കറിന്റെ പേരിലുള്ള ഒരു ട്രസ്റ്റ് നൽകുന്ന പുരസ്കാരമാണ് ലതാ മങ്കേഷ്കർ പുരസ്കാരം. ആ ലതാ മങ്കേഷ്കർ പുരസ്കാരം 2026 ലഭിച്ചത് ആർക്ക് എന്നുള്ളതാണ് ചോദ്യം. അത് കൈലാസ് സത്യാർത്ഥിക്കാണ് അല്ലെ. 2026 ലതാ മങ്കേഷ്കർ പുരസ്കാരം ആർക്കാണ് ലഭിച്ചതെന്ന് ചോദിച്ചാൽ കൈലാസ് സത്യാർത്ഥിക്കാണ്. ഈ 2026 പുരസ്കാരം അത് 5ാമത്തെ പുരസ്കാരമാണ്. ആദ്യമായിട്ട് ഈ പുരസ്കാരം കൊടുക്കാൻ തുടങ്ങിയത് 2022 ലതാ മങ്കേഷ്കർ പുരസ്കാരം ആദ്യം കൊടുക്കാൻ തുടങ്ങുന്നത് 2022 അവർ മരിച്ച കൊല്ലം തന്നെയാണ് 2022. ആദ്യമായിട്ട് ലതാ മങ്കേഷ്കർ പുരസ്കാരം 2022 നേടുന്നത് ആരെന്നറിയാമോ? അത് നരേന്ദ്രമോദിയാണ്. അപ്പോൾ ആദ്യത്തെ ലതാ മങ്കേഷ്കർ പുരസ്കാരം 2022 ലഭിച്ചത് ആർക്കാണ്? അത് നരേന്ദ്രമോദിക്കാണ്. 2023 ലതാ മങ്കേഷ്കർ പുരസ്കാരം അത് ലഭിച്ചത് ആർക്കെന്ന് ചോദിച്ചാൽ അവരുടെ സഹോദരിയായിട്ടുള്ള ഗായിക ആശാ ഭോസ്ലയ്ക്കാണ്. ആർക്കാണ്? ആശാ ഭോസ്ല. അതുപോലെ തന്നെ 2024 ലതാ മങ്കേഷ്കർ പുരസ്കാരം അത് അമിതാഭ് ബച്ചനാണ് ലഭിച്ചത്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. 2025 ലതാ മങ്കേഷ്കർ പുരസ്കാരം ലഭിച്ചത് കുമാരമംഗലം ബിർളയ്ക്കാണ്. അത് നമ്മൾ പഠിച്ചുള്ള കാര്യമാണ്. അപ്പോൾ ലതാ മങ്കേഷ്കർ പുരസ്കാരം 2026 ആർക്ക് ലഭിച്ചു എന്ന് ചോദിച്ചാൽ കൈലാസ് സത്യാർത്ഥിക്കാണ്. ലതാ മങ്കേഷ്കർ പുരസ്കാരം ആദ്യം നേടിയതാരെന്ന് ചോദിച്ചാൽ 2022 അത് നരേന്ദ്ര മോദിക്കാണ് എന്നുള്ളത് ഓർക്കുക. കൈലാസ് സത്യാർത്ഥിയെ കുറിച്ച് കൂടി നിങ്ങൾ അറിയണം. ആരാണ് കൈലാസ് സത്യാർത്ഥി എന്ന് ചോദിച്ചാൽ 2014 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ഇന്ത്യൻ വംശജനാണ് ആര്? കൈലാസ് സത്യാർത്ഥി. കൈലാസ് സത്യാർത്ഥിയുടെ കാര്യം പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു പ്രസ്ഥാനത്തെക്കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ബച്പൻ ബചാവോ ആന്തോളൻ. ബച്പൻ ബചാവോ ആന്തോളൻ ബാലവേലയുമായി ബന്ധപ്പെട്ട് രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്. ബാലവേല നിരോധനവുമായി ബന്ധപ്പെട്ട് രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് ഏത്? ബച്പൻ ബചാവോ ആന്തോളൻ. ആരാണ് രൂപീകരിച്ചത്? കൈലാസ് സത്യാർത്ഥിയാണ്. ഇനി അവിടെ കറണ്ട് അഫയേഴ്സ് ഭാഗത്ത് ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ചോദ്യമുണ്ട്. 2025 കൈലാസ് സത്യാർത്ഥിയുടെ ആത്മകഥ പ്രസിദ്ധീകരിക്കപ്പെട്ടത്. അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് ദിയാ സലായ്. അപ്പോൾ ദിയാ സലായ് ആരുടെ ആത്മകഥയാണ് എന്ന് ചോദിച്ചാൽ കൈലാസ് സത്യാർത്ഥിയുടെ ആത്മകഥയാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് വയ്ക്കണം. ലതാ മങ്കേഷ്കർ പുരസ്കാരം 2026 ആർക്ക് ലഭിച്ചു? കൈലാസ് സത്യാർത്ഥിക്ക് ലഭിച്ചു. ഇനി അത് കഴിഞ്ഞിട്ട് 2026 ഏപ്രിൽ മാസത്തിൽ മരണപ്പെട്ട വളരെ പ്രസിദ്ധയായിട്ടുള്ള ബോളിവുഡ് ഗായിക ആരാണ് എന്ന് ചോദിക്കും.
2026 ഏപ്രിൽ മാസത്തിൽ മരണപ്പെട്ട ബോളിവുഡ് ഗായിക ആര് എന്ന് ചോദിച്ചാൽ അത് ആശാ ഭോസ്ലെയാണ്. ആശാ ഭോസ്ലെ ലതാ മങ്കേഷ്കറിന്റെ സഹോദരിയാണെന്ന് പറഞ്ഞു അല്ലെ. 2023 ലതാ മങ്കേഷ്കർ പുരസ്കാരം, അതായത് രണ്ടാമത്തെ ലതാ മങ്കേഷ്കർ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ആശാ ഭോസ്ലെക്കാണ് എന്ന് കുറച്ച് നേരത്തെ പറഞ്ഞതേ ഉള്ളൂ. അവർ 2026 ഏപ്രിൽ മാസത്തിലാണ് മരണപ്പെടുന്നത്. എന്തായാലും അങ്ങനെ ഒരു ചോദ്യം പരീക്ഷയ്ക്ക് ചോദിക്കത്തില്ല. ആശാ ഭോസ്ലെയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം അങ്ങനെ ചോദിക്കണമെന്നില്ല. പക്ഷേ അവരുടെ വർക്കുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും രീതിയിൽ അവർക്ക് കിട്ടിയ പുരസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വന്നേക്കാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അവിടെ മനസ്സിലാക്കേണ്ട ചില പോയിന്റുകളുണ്ട്. അവർക്ക് ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. മരണപ്പെട്ട ആശാ ഭോസ്ലെക്ക് ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഏത് വർഷമാണ്? 2000 അല്ലെ. ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം ഇന്ത്യയിൽ ചലച്ചിത്ര മേഖലയിൽ നൽകുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരമാണ് ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം എന്ന് നിങ്ങൾക്കറിയാം. അത് 2000 ആർക്ക് ലഭിച്ചിട്ടുണ്ട്? ആശാ ഭോസ്ലെക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞിട്ട് മനസ്സിലാക്കേണ്ടത് 2008 അവർക്ക് പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. 2008 അവർക്ക് പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ഭാരതരത്ന പുരസ്കാരം അവർക്ക് ലഭിച്ചിട്ടില്ല. ഭാരതരത്ന പുരസ്കാരത്തിന് തൊട്ട് താഴെ നിൽക്കുന്ന പുരസ്കാരമാണ് ഏത്? പത്മവിഭൂഷൺ പുരസ്കാരം. 2008 പത്മവിഭൂഷൺ പുരസ്കാരം അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം 2 തവണ ആർക്ക് ലഭിച്ചിട്ടുണ്ട്? ആശാ ഭോസ്ലെക്ക് ലഭിച്ചിട്ടുണ്ട്. മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം 2 തവണ ആർക്ക് ലഭിച്ചിട്ടുണ്ട്? ആശാ ഭോസ്ലെക്ക് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ മനസ്സിലാക്കി വെക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് കൂടിയുണ്ട്. അവരൊരു മലയാള സിനിമയ്ക്ക് വേണ്ടിയിട്ട് പാടിയിട്ടുണ്ട്. അവരൊരു ബോളിവുഡ് ഗായികയാണ്, എങ്കിലും അവരൊരു മലയാള സിനിമയ്ക്ക് വേണ്ടി പാടിയിട്ടുണ്ട്. ഏതാണ് ആ സിനിമ എന്ന് ഓർത്ത് വെക്കണം. സുജാത എന്നാണ് ആ സിനിമയുടെ പേര്, സുജാത അല്ലെ. അപ്പോൾ 2026 ഏപ്രിൽ മാസത്തിൽ മരണപ്പെട്ട പ്രസിദ്ധ ബോളിവുഡ് ഗായികയാണ് ആശാ ഭോസ്ലെ. അവർ ലതാ മങ്കേഷ്കറുടെ സഹോദരിയാണ്. രണ്ടാമത്തെ ലതാ മങ്കേഷ്കർ പുരസ്കാരം അവർക്കാണ് ലഭിച്ചത്. 2000 അവർക്ക് ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. 2008 അവർക്ക് പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. 2 തവണ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മലയാള ചലച്ചിത്രത്തിന് വേണ്ടിയിട്ട് അവർ പാടിയിട്ടുണ്ട്. ആ സിനിമയുടെ പേര് ഏതാണ്? സുജാത എന്നാണ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ അവിടെ എന്ത് ചെയ്യണം? ഓർത്ത് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് നല്ലൊരു പോയിന്റിലോട്ടാണ് നമ്മൾ വരുന്നത്. ഇന്ത്യയിൽ തദ്ദേശീയമായിട്ട് നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ. ഇന്ത്യയിൽ തദ്ദേശീയമായി നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ ഏതെന്ന് ചോദിച്ചാൽ കൽപ്പാക്കം ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ ആണ്. ഇന്ത്യയിൽ തദ്ദേശീയമായി നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ ഏതാണ്? കൽപ്പാക്കം ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ. ഇത് എവിടെ എന്ന് കൂടി അറിയണം. തമിഴ്നാട്ടിലാണ് അല്ലെ. കൽപ്പാക്കം ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ എവിടെയാണ്? അത് തമിഴ്നാട്ടിലാണ്. ഇനി അവിടെ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. വ്യാവസായിക അടിസ്ഥാനത്തിൽ ഊർജോൽപാദനം ഏത് വിദ്യ ഉപയോഗിച്ച്? ഫാസ്റ്റ് ബ്രീഡർ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നടപ്പിലാക്കാൻ കഴിയുന്ന രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഈ പറഞ്ഞ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് വ്യാവസായിക അടിസ്ഥാനത്തിൽ ഊർജ ഉൽപാദനം നടത്തുന്ന ഏക രാജ്യം റഷ്യയായിരുന്നു. ഇപ്പോൾ 2026 ഏപ്രിൽ ആയപ്പോഴത്തേക്കും കൽപ്പാക്കം ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ പൂർണ്ണമായിട്ടും പ്രവർത്തന സജ്ജമായി. അപ്പോൾ വ്യാവസായിക അടിസ്ഥാനത്തിൽ ഊർജ ഉൽപാദനം നടത്താൻ ഏത് വഴി കഴിയും? ഈ പറഞ്ഞ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ വഴി കഴിയും. ഇപ്പോൾ ഊർജ ഉൽപാദനത്തിന് നമ്മൾ ആണവ സാങ്കേതിക വിദ്യകളെ ആശ്രയിക്കാറുണ്ട്. ഇപ്പൊ ന്യൂക്ലിയർ റിയാക്ടറുകൾ നമുക്കറിയാം. ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത് യുറേനിയമാണ്. അതേസമയം ഈ പറഞ്ഞ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറുകളിൽ ഇന്ധനമായിട്ട് യുറേനിയം വേണ്ട, പ്ലൂട്ടോണിയം മതി. പ്ലൂട്ടോണിയത്തിൻ്റെ ഈ പറഞ്ഞ മിക്സഡ് ഓക്സൈഡുകളാണ് ഏതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്? ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു രീതി കൂടിയുണ്ട്. നമുക്ക് തോറിയത്തിൽ നിന്നും എന്ത് ചെയ്യാം? ഊർജം ഉൽപ്പാദിപ്പിച്ചെടുക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇന്ത്യയുടെ ഒരു ആണവ നയമുണ്ട്. ആ ആണവ നയത്തിൽ 3 ഘട്ടങ്ങളാണുള്ളത്. അതിൽ ആദ്യ ഘട്ടത്തിൽ ന്യൂക്ലിയർ റിയാക്ടറുകൾ വഴിയുള്ള ഊർജ ഉൽപ്പാദനത്തെ കുറിച്ചാണ് പറയുന്നത്. രണ്ടാമത്തെ ഘട്ടത്തിൽ പ്ലൂട്ടോണിയം ഉപയോഗിച്ചുള്ള ഊർജ ഉൽപ്പാദനം, അതായത് ഫാസ്റ്റ് ബ്രീഡർ സാങ്കേതിക വിദ്യയുടെ ഈ പറഞ്ഞ ഉപയോഗമാണ് രണ്ടാമത്തെ ഘട്ടത്തിൽ പറയുന്നത്. മൂന്നാമത്തെ ഘട്ടത്തിലാണ് തോറിയം ഉപയോഗിച്ചുകൊണ്ടുള്ള ഊർജ ഉൽപ്പാദനത്തിലോട്ട് കടക്കുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ കൽപ്പാക്കം ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ പ്രവർത്തന
സജ്ജമാകുന്നതോടുകൂടി ഇന്ത്യയുടെ ആണവ നയത്തിലെ രണ്ടാമത്തെ ഘട്ടത്തിലോട്ട് നമ്മൾ പ്രവേശിക്കുകയാണ്. അതാണ് അതിൻ്റെ പ്രാധാന്യം. അപ്പോൾ ഇന്ത്യ തദ്ദേശീയമായിട്ട് നിർമ്മിച്ചെടുത്ത അല്ലെങ്കിൽ വികസിപ്പിച്ചെടുത്ത ഇന്ത്യയിലെ ആദ്യത്തെ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ ഏതാണെന്ന് ചോദിച്ചാൽ കൽപ്പാക്കമാണ്. എവിടെയാണ്? അത് തമിഴ്നാട്ടിലാണ്. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. ഒരു ഏജൻസിയെ കുറിച്ചാണ്. ആ ഏജൻസി IRENA. ആ ഏജൻസി ആദ്യം പരിചയപ്പെടാം. IRENA എന്താണ്? IRENA എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്റർനാഷണൽ റിന്യൂവബിൾ എനർജി ഏജൻസി. ഇന്റർനാഷണൽ റിന്യൂവബിൾ എനർജി ഏജൻസി. റിന്യൂവബിൾ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ വിഭവങ്ങളിൽ നിന്ന് ഊർജ്ജം ഉൽപ്പാദിപ്പിച്ചെടുക്കൽ. അതാണ് റിന്യൂവബിൾ എനർജി എന്ന് പറയുന്നത്, അല്ലേ? ഇപ്പോൾ ഫോസിൽ ഇന്ധനങ്ങൾ എന്ന് പറയുന്നത് റിന്യൂവബിൾ അല്ല എന്ന് നിങ്ങൾക്ക് അറിയാം. ഉപയോഗിച്ചാൽ തീർന്നു പോകുന്ന സാധനങ്ങളാണ്. പക്ഷേ ജലം അങ്ങനെയല്ല. ജലത്തിൽ നിന്ന് നമുക്ക് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാം, വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം. കാറ്റിൽ നിന്ന്, തിരമാലകളിൽ നിന്നൊക്കെ നമുക്ക് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാനായിട്ട് പറ്റും, അല്ലെ? സൂര്യപ്രകാശത്തിൽ നിന്ന് ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാം. ഇതെല്ലാം ഈ പറഞ്ഞ റിന്യൂവബിൾ എനർജി റിസോഴ്സസ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള റിന്യൂവബിൾ എനർജിയെ കുറിച്ച് ആ പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു വരുന്ന ഒരു ഏജൻസിയാണ് ഇന്റർനാഷണൽ റിന്യൂവബിൾ എനർജി ഏജൻസി. അവരുടെ ഒരു റിപ്പോർട്ടുണ്ട്. 2026 അവർ പ്രസിദ്ധീകരിച്ച ഒരു റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ട് പ്രകാരം ആഗോള തലത്തിൽ പുനരുപയോഗ ഊർജ്ജശേഷിയുടെ കാര്യത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 3-ാം സ്ഥാനമാണെന്ന് പറയുന്നു. അതായത് റിന്യൂവബിൾ എനർജി എഫിഷ്യൻസിയിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് ആഗോള തലത്തിൽ എത്രാമതാണെന്നാണ് പറഞ്ഞത്? 3-ാം സ്ഥാനത്താണ് എന്നാണ് പറയുന്നത്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്. നമുക്ക് മുമ്പിൽ 2 രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഏതൊക്കെയാണ്? അമേരിക്കയും ചൈനയും. അമേരിക്കയും ചൈനയും കഴിഞ്ഞാൽ പുനരുപയോഗിക്കാവുന്ന ഊർജ്ജ സ്രോതസ്സുകളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള 3-ാമത്തെ രാജ്യമായിട്ട് ഇന്ത്യ മാറി എന്നാണ് ഇന്റർനാഷണൽ റിന്യൂവബിൾ എനർജി ഏജൻസിയുടെ 2026 റിപ്പോർട്ടിൽ പറയുന്നത്. ഇത് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്ന ഭാഗത്ത് കറണ്ട് അഫയേഴ്സ് ആയിട്ട് ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ചോദ്യമാണ്. അങ്ങനെ ഒരു ഭാഗം നിങ്ങളുടെ പലരുടെയും സിലബസിനകത്ത് പഠിക്കാനുണ്ട്. അത് പഠിച്ചോണം. ഇനി അത് കഴിഞ്ഞിട്ട് 2026 ഏപ്രിലിൽ 12,000 വർഷം പഴക്കമുള്ള ഫോസിലുകൾ കണ്ടെത്തിയത് ഏത് സംസ്ഥാനത്ത് നിന്നാണ്, അല്ലെ? അപ്പോൾ 2026 ഏപ്രിലിൽ 12,000-ഓളം വർഷം പഴക്കമുള്ള ഫോസിലുകൾ കണ്ടെത്തിയത് ഏത് സംസ്ഥാനത്ത് നിന്നാണ് എന്ന് ചോദിച്ചാൽ തമിഴ്നാട്ടിൽ നിന്നാണ്. തമിഴ്നാട്ടിൽ എവിടെ എന്നുള്ളതും ചോദിക്കും. തമിഴ്നാട്ടിൽ തൂത്തുക്കുടിയിൽ നിന്നാണ് 12,000 വർഷത്തോളം പഴക്കമുള്ള ഫോസിലുകൾ 2026 ഏപ്രിലിൽ കണ്ടെത്തിയത് എന്നുള്ള ഒരു കാര്യം കൂടി മനസ്സിനകത്ത് വച്ചേക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് 2026 ഏപ്രിലിൽ വിദ്യാലയങ്ങളിൽ പത്രവായന നിർബന്ധമാക്കിയ സംസ്ഥാനം ഏതാണ്? 2026 ഏപ്രിലിൽ വിദ്യാലയങ്ങളിൽ പത്രവായന നിർബന്ധമാക്കിയ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് കർണാടകയാണ്. വിദ്യാലയങ്ങളിൽ പത്രവായന നിർബന്ധമാക്കിയ സംസ്ഥാനം എപ്പോഴാണ്? 2026 ഏപ്രിൽ. ഏതാണ്? കർണാടക. ഇത് പറയുമ്പോൾ നമ്മൾ മാർച്ച് മാസത്തിലെ കറണ്ട് അഫയേഴ്സ് പഠിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ട് 16 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾക്ക് നിരോധനം കൊണ്ടുവന്ന സംസ്ഥാനം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതിനെയാണ്? കർണാടകയാണ്, അല്ലെ? 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾ സാമൂഹിക മാധ്യമ അക്കൗണ്ടുകൾ ഉപയോഗിക്കുന്നത് നിരോധിച്ചുകൊണ്ട് നിയമമുണ്ടാക്കിയ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാലും ഏതാണ്? കർണാടകയാണ്. ഇപ്പൊ ഇവിടെ പറഞ്ഞത് എന്താണ്? 2026 എല്ലാ വിദ്യാലയങ്ങളിലും പത്രവായന നിർബന്ധമാക്കിയ സംസ്ഥാനമാണ് ഏത്? കർണാടക. ഇനി അത് കഴിഞ്ഞിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പോയിന്റാണ് ഇന്ത്യയിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ, ഇന്ത്യയിൽ ഇപ്പോൾ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഗൂഗിൾ AI ഡാറ്റാ സെന്റർ ഏത് സംസ്ഥാനത്താണ്? ഇപ്പോൾ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും പുതിയതും ഏറ്റവും വലുതുമായിട്ടുള്ള ഗൂഗിൾ AI ഡാറ്റാ സെന്റർ ഏത് സംസ്ഥാനത്താണ് എന്ന് ചോദിച്ചാൽ അത് ആന്ധ്രാപ്രദേശിലാണ്. ആന്ധ്രാപ്രദേശിൽ എവിടെ എന്നുള്ളത് പറഞ്ഞു വെക്കണം. വിശാഖപട്ടണം, അല്ലെ? അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗൂഗിൾ AI ഡാറ്റാ സെന്റർ അതിൻ്റെ നിർമ്മാണം പുരോഗമിക്കുന്നത് ഏത് സംസ്ഥാനത്താണ്? ആന്ധ്രാപ്രദേശിലാണ്. ഏത് സ്ഥലത്താണ്? വിശാഖപട്ടണത്താണ്. ഇനി അത് കഴിഞ്ഞിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റിലോട്ട് വരാം. ഇന്ത്യയിൽ ആദ്യമായിട്ട് തദ്ദേശീയമായിട്ട്
കോൾ ടു അമോണിയം നൈട്രേറ്റ് പ്രോജക്റ്റ് നടപ്പിലാക്കുന്നത് ഏത് സംസ്ഥാനമാണ്? ഇന്ത്യയിൽ ആദ്യമായിട്ട് തദ്ദേശീയമായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് കോൾ ടു അമോണിയം നൈട്രേറ്റ് പ്രോജക്റ്റ് പദ്ധതി നടപ്പിലാക്കുന്നത് ഏത് സംസ്ഥാനമാണ് എന്ന് ചോദിച്ചാൽ ഒഡീഷ, അല്ലെ? ഞാൻ ഇത്രയും പറഞ്ഞിട്ട് പോയാൽ ഉത്തരമായി, പക്ഷേ ഇത് നിങ്ങളുടെ മനസ്സിൽ നിൽക്കണമെന്നില്ല. കോൾ ടു അമോണിയം നൈട്രേറ്റ് പ്രോജക്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? കൽക്കരിയെ അമോണിയം നൈട്രേറ്റ് ആക്കി മാറ്റുക എന്നതാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ തദ്ദേശീയമായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് കൽക്കരിയെ എന്താക്കി മാറ്റുന്നു? അമോണിയം നൈട്രേറ്റ് ആക്കി മാറ്റുകയാണ്. അങ്ങനെ മാറ്റിയാലുള്ള ഗുണം എന്താണ്? അതായത് വ്യാവസായികമായിട്ട് എക്സ്പ്ലോസീവുകളുടെ നിർമ്മാണത്തിന്, സ്ഫോടക വസ്തുക്കളുടെ നിർമ്മാണത്തിന് ഈ അമോണിയം നൈട്രേറ്റ് ഉപയോഗിക്കാനായിട്ട് പറ്റും. അമോണിയം നൈട്രേറ്റ് എന്ന് പറയുന്നത് വളരെ വിലയേറിയ ഒരു രാസവസ്തുവാണ്. അപ്പോൾ കൽക്കരിയിൽ നിന്ന് നമുക്ക് അമോണിയം നൈട്രേറ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അങ്ങനെ അമോണിയം നൈട്രേറ്റ് ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ വ്യാവസായിക ആവശ്യങ്ങൾക്ക് എക്സ്പ്ലോസീവായിട്ട് നമുക്ക് അമോണിയം നൈട്രേറ്റ്, ഈ അമോണിയം നൈട്രേറ്റിനെ ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇനി അത് കഴിഞ്ഞിട്ട് വളം, ഫെർട്ടിലൈസറുകളുടെ നിർമ്മാണത്തിനും അമോണിയം നൈട്രേറ്റ് വേണം. ഇപ്പോൾ ഫെർട്ടിലൈസർ എന്ന് പറയുന്നത് ധാരാളം നമ്മൾ ഇറക്കുമതി ചെയ്യുകയാണ്. ഇത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഈ പറഞ്ഞ എന്താണ് ഡോളർ നഷ്ടമുണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അമോണിയം നൈട്രേറ്റിൽ നിന്ന് നമുക്ക് എന്തുണ്ടാക്കിയെടുക്കാൻ പറ്റും? ഫെർട്ടിലൈസർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ മറ്റ് പല പ്രധാനപ്പെട്ട രാസവസ്തുക്കളും നമുക്ക് അമോണിയം നൈട്രേറ്റിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തദ്ദേശീയമായിട്ട് ഒരു സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് കോൾ ടു അമോണിയം നൈട്രേറ്റ് പ്രോജക്റ്റ്, അങ്ങനെ ഒരു പദ്ധതി ഇന്ത്യയിൽ ആദ്യമായിട്ട് ആവിഷ്കരിച്ച സംസ്ഥാനം ഏത്? നല്ലൊരു പോയിന്റ് ആണ്. ഏതാണ് ആ സംസ്ഥാനം? ഒഡീഷയാണ്. ശ്രദ്ധിച്ച് വായിക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് ഇന്ത്യയിൽ കറുത്ത കടുവകൾക്ക് പ്രസിദ്ധമായിട്ടുള്ള സിംലിപ്പാൽ കടുവാ സങ്കേതം അല്ലെങ്കിൽ സിംലിപ്പാൽ ദേശീയ പാർക്ക് ഏത് സംസ്ഥാനത്താണ് എന്ന് ചോദിച്ചാൽ അതും ഒഡീഷയിലാണ്. കറുത്ത കടുവകൾക്ക് പേര് കേട്ട ദേശീയ ഉദ്യാനം അല്ലെങ്കിൽ കടുവാ സങ്കേതം എവിടെയാണ് എന്ന് ചോദിച്ചാൽ അത് സിംലിപ്പാൽ എവിടെയാണ്? ഒഡീഷയിലാണ്. അതുപോലെ തന്നെ തഡോബ കടുവാ സങ്കേതം എവിടെയാണ്? അതും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട് കറണ്ട് അഫയേഴ്സിന്റെ ഭാഗത്ത്. അതെന്താണെന്ന് ഞാൻ പിന്നീട് പറയാം. അപ്പോൾ സിംലിപ്പാൽ കടുവാ സങ്കേതം എവിടെയാണ്? ഒഡീഷയിലാണ്. തഡോബ കടുവാ സങ്കേതം എവിടെയാണ്? അത് മഹാരാഷ്ട്രയിലാണ്. തഡോബ കടുവാ സങ്കേതം മഹാരാഷ്ട്രയിലാണ്. കറണ്ട് അഫയേഴ്സ് ഭാഗത്ത് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ചോദ്യത്തിന് സാധ്യത വരുന്നതെന്ന് ചോദിച്ചാൽ, നിങ്ങൾ പത്രം വായിച്ചിട്ടുണ്ടാവും. പത്രത്തിൽ ഒരു കടുവ ഈ പറഞ്ഞ ഒരുപാട് ദൂരം സഞ്ചരിച്ചതിനെ കുറിച്ചുള്ള വാർത്തകൾ ഒരു പക്ഷേ കണ്ടു കാണും. മഹാരാഷ്ട്രയിൽ നിന്നാണ് ഒരു കടുവ ഒരുപാട് ദൂരം നടന്ന് ഈ പറഞ്ഞ ഒഡീഷയുടെ ഭാഗത്ത് എത്തിയത്, ഒഡീഷയിലോട്ട് എത്തിയത്. അപ്പോൾ അവിടെയുള്ള ഒരു കടുവാ സങ്കേതമാണ് സിംലിപ്പാൽ. മഹാരാഷ്ട്രയുടെ ഭാഗത്തു നിന്നാണ് കടുവ യാത്ര തുടർന്നത്. അവിടെയുള്ള ഒരു കടുവാ സങ്കേതമാണ് ഏത്? തഡോബ കടുവാ സങ്കേതം. അപ്പോൾ സിംലിപ്പാൽ കടുവാ സങ്കേതം ഒഡീഷയിലാണ്. തഡോബ കടുവാ സങ്കേതം എവിടെയെന്ന് ചോദിച്ചാൽ മഹാരാഷ്ട്രയിലാണ്. അതുപോലെ ഒരു പോയിന്റ് കൂടി അവിടെ മനസ്സിലാക്കി വെക്കണം. കറുത്ത കടുവകൾക്ക് പേര് കേട്ട ഇന്ത്യയിലെ കടുവാ സങ്കേതം അല്ലെങ്കിൽ ദേശീയ പാർക്ക് ഏതെന്ന് ചോദിച്ചാൽ സിംലിപ്പാൽ ദേശീയ പാർക്കാണ്. എവിടെയാണ്? ഒഡീഷയിലാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ച് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് ഇന്ത്യയിലെ ഒരു ജനവിഭാഗത്തെ കുറിച്ച് പഠിക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി വരുന്ന പരീക്ഷകൾക്ക് നിർബന്ധമായും ചോദിക്കും എന്ന് ഉറപ്പുള്ള ഒരു ഈ പറഞ്ഞ പോയിന്റാണ് ബെനി മനേഷെ. ബെനി മെനേഷെ. ബെനി മെനേഷെ എന്ന് പറയുന്നത് ഒരു ജനവിഭാഗമാണ്. ഏത് സംസ്ഥാനത്തുള്ള ജനവിഭാഗം ആണ് എന്ന് ചോദിച്ചാൽ മണിപ്പൂർ, മിസോറാം സംസ്ഥാനങ്ങളിലെ ഒരു പ്രത്യേക ജനവിഭാഗമാണ് ബെനി മെനേഷെ. എന്താണ് ഇവരുടെ പ്രാധാന്യം? ഈ ജനവിഭാഗത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ പറഞ്ഞ വിഭാഗക്കാർ ഈ അടുത്ത കാലത്ത് ഇസ്രായേലിലോട്ട് കുടിയേറി. ഇസ്രായേലുകാർ ഈ പറഞ്ഞ ജനവിഭാഗത്തെ അങ്ങോട്ട് എടുത്തു, അല്ലേ? അപ്പോൾ അത് ഏതാണ് ആ ജനവിഭാഗം? ബെനി മെനേഷെ. അപ്പോൾ ഇതിൻ്റെ പ്രാധാന്യം എന്താണ്? ബെനി മെനേഷെ എന്ന് പറയുന്ന ഈ ജനവിഭാഗത്തിൻ്റെ ചരിത്രപരമായിട്ടുള്ള പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ, ബൈബിളിൽ ഇസ്രായേലിൽ നിന്നും കാണാതായി പോയ 10ഓളം ഗോത്രങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതിലൊരു ഗോത്രം, ആ ഗോത്രത്തിൻ്റെ പിൻഗാമികളാണ് ബെനി മെനേഷെ എന്ന് പറയുന്ന ജനവിഭാഗം എന്നാണ് കരുതുന്നത്. അതുകൊണ്ടാണ് ഇസ്രായേൽ ഈ പറഞ്ഞ മണിപ്പൂർ, മിസോറാം സംസ്ഥാനങ്ങളിലെ ബെനി മെനേഷെ വിഭാഗക്കാരെ ഇപ്പോൾ ഇസ്രായേലിലോട്ട് കൊണ്ടുപോയത്. വലിയ സ്വീകരണമാണ് ഇവർക്ക് ഇസ്രായേലിൽ ലഭിച്ചത്. അതൊരു വലിയ വാർത്തയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിച്ചു വയ്ക്കുക. ബെനി മെനേഷെ
ഏത് വിഭാഗം, ഏത് സംസ്ഥാനത്തെ വിഭാഗങ്ങളായിരുന്നു? മണിപ്പൂർ, മിസോറാം. ഇപ്പോൾ ഇവരെവിടെയാണ്? ഇപ്പോൾ ഇവർ ഇസ്രായേലിലോട്ട് പോയി. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ തന്നെ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ് വൻതാര വന്യജീവി സംരക്ഷണ കേന്ദ്രം. വൻതാര വന്യജീവി സംരക്ഷണ കേന്ദ്രം എവിടെയാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ഉടമ മുകേഷ് അംബാനിയുടെ മകനാണ് ആനന്ദ് അംബാനി, അല്ലെ? ആനന്ദ് അംബാനി സ്ഥാപിച്ചിട്ടുള്ള വന്യജീവികളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഈ പറഞ്ഞ സ്ഥാപനമാണ് ഏത്? വൻതാര എന്ന് പറയുന്ന സ്ഥാപനം. അതെവിടെയാണ് എന്ന് നിങ്ങൾക്കറിയാം. ഗുജറാത്തിലാണ്. ഗുജറാത്തിൽ എവിടെയാണ്? ജാംനഗർ. ഗുജറാത്തിൽ എവിടെയാണ്? ജാംനഗർ എന്ന് പറയുമ്പോൾ വേറൊരു കാര്യം കൂടി ഓർത്തോണം. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല എവിടെയാണ് എന്ന് ചോദിച്ചാൽ ജാംനഗറിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല എവിടെയാണ്? ജാംനഗറിലാണ്. റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല. എവിടെയുള്ളത്? ജാംനഗറിലുള്ളത്. ആ ജാംനഗറിലാണ് വൻതാര എന്ന് പറയുന്ന റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ഉടമയായിട്ടുള്ള മുകേഷ് അംബാനിയുടെ മകൻ ആനന്ദ് അംബാനിയുടെ ഈ പറഞ്ഞ പ്രസ്ഥാനമുള്ളത്. ഇപ്പോൾ ഇവിടെ കറണ്ട് അഫയേഴ്സിൻ്റെ ഭാഗത്ത് ഇപ്പോഴത്തെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ ഇതിപ്പോൾ ഒരു സർവകലാശാല കൂടിയായി. ഇതിപ്പോൾ ഒരു വന്യജീവി സംരക്ഷണ കേന്ദ്രം എന്നുള്ളതിനപ്പുറം ഇപ്പോൾ ഇതൊരു സർവകലാശാല കൂടിയായി. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ലോകത്തെ ആദ്യത്തെ ആഗോള വന്യജീവി സംരക്ഷണ സർവകലാശാലയായിട്ട് ഇത് മാറി. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും: ലോകത്തെ ആദ്യത്തെ സംയോജിത എന്ന് പറയുമ്പോൾ വന്യജീവികളെ പാർപ്പിക്കുകയും ചെയ്യുന്നു, അതോടൊപ്പം തന്നെ അതൊരു എന്തുകൂടിയാണ്? സർവകലാശാല കൂടിയാണ്. അപ്പോൾ ലോകത്തെ ആദ്യത്തെ സംയോജിത ആഗോള വന്യജീവി സംരക്ഷണ സർവകലാശാല എവിടെയാണ് എന്ന് ചോദിച്ചാൽ ജാംനഗറിലാണ്. ഏതാണ് അത് എന്ന് ചോദിച്ചാൽ അത് വൻതാര എന്ന് പറയുന്ന സംരക്ഷണ കേന്ദ്രമാണ്, അല്ലെങ്കിൽ സർവകലാശാലയാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ചു വെക്കണം. നല്ലൊരു ചോദ്യമാണ്. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, അതുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സെമി കണ്ടക്ടർ സ്പെഷ്യൽ എക്കണോമിക് സോൺ നിലവിൽ വരുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ സെമി കണ്ടക്ടർ സ്പെഷ്യൽ എക്കണോമിക് സോൺ നിലവിൽ വരുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ അതും ഗുജറാത്തിലാണ്. ഗുജറാത്തിൽ ധൊളേറ എന്ന് പറയുന്ന സ്ഥലത്താണ്, അല്ലെ? അപ്പൊ ചോദ്യം എന്താണ്? സെമി കണ്ടക്ടർ സ്പെഷ്യൽ എക്കണോമിക് സോൺ, അല്ലെ? സെമി കണ്ടക്ടർ അതായത് IC ചിപ്പുകളുടെ നിർമ്മാണ രംഗത്തോട്ട് ഇന്ത്യ കടന്ന് വരികയാണ്. അപ്പോൾ അത് ഇന്ത്യയിൽ വിപ്ലവം ഉണ്ടാക്കും എന്നാണ് കരുതിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിലെ ആദ്യത്തെ സെമി കണ്ടക്ടർ ഫാബ്രിക്കേഷൻ പ്ലാന്റ് ധൊളേറയിൽ സ്ഥാപിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ സെമി കണ്ടക്ടർ ഫാബ്രിക്കേഷൻ പ്ലാന്റ് ടാറ്റയാണ് അത് സ്ഥാപിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ സെമി കണ്ടക്ടർ ഫാബ്രിക്കേഷൻ പ്ലാന്റ് എവിടെയാണ്? ധൊളേറയിലാണ്. ധൊളേറ എന്ന് പറയുമ്പോൾ ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്തിലാണ്, അല്ലെ? ആ ധൊളേറയെ ഇപ്പം എന്തായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്? സെമി കണ്ടക്ടർ സ്പെഷ്യൽ എക്കണോമിക് സോൺ ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അതാ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്റ്റാണ്. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ധാരണയില്ലെങ്കിൽ നിങ്ങൾ അത് വായിക്കുമ്പോൾ തന്നെ അതങ്ങ് കളയും. അപ്പോൾ ഇത് കളയരുത്. അതുകൊണ്ടാണ് ഇതിൻ്റെ പ്രാധാന്യം കൂടി എടുത്തു പറഞ്ഞുകൊണ്ട് വിശദീകരിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ഇത് കളയരുത്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഷേഖാജീൽ പക്ഷി സങ്കേതം എവിടെയാണ് എന്നൊരു ചോദ്യം ഒരു പക്ഷേ പരീക്ഷയ്ക്ക് ചോദിച്ചേക്കാം. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ 99ാമത് റംസാർ കേന്ദ്രമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട പക്ഷി സങ്കേതമാണ്. നിലവിൽ ഇന്ത്യയിൽ 99 റംസാർ കേന്ദ്രങ്ങളുണ്ട്. ഞാനത് ഇപ്പോൾ പറയുമ്പോഴാണ്, കുറച്ചു കാലം കഴിയുമ്പോൾ അത് മാറും. ഇപ്പോഴത്തെ കാര്യത്തിൽ ഇന്ത്യയിൽ ഇപ്പോൾ 99 റംസാർ കേന്ദ്രങ്ങളുണ്ട്. അതിൽ 99ാമത്തെ റംസാർ കേന്ദ്രമാണ് ഏത്? ഷേഖാജീൽ പക്ഷി സങ്കേതം. ഈ ഷേഖാജീൽ പക്ഷി സങ്കേതം എവിടെയാണ് എന്ന് ചോദിച്ചാൽ അത് ഉത്തർപ്രദേശിലാണ്, അല്ലെ? അപ്പോൾ ഇന്ത്യയുടെ 99ാമത് റംസാർ കേന്ദ്രമാണ് ഷേഖാജീൽ പക്ഷി സങ്കേതം. എവിടെയാണ് എന്ന് ചോദിച്ചാൽ അത് ഉത്തർപ്രദേശിലാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ലഡാക്കിലോട്ട് വരാം. നിങ്ങൾക്കറിയാം ലഡാക്ക് എന്ന് പറയുന്നത് ഒരു കേന്ദ്രഭരണ പ്രദേശമാണ്. ലഡാക്ക് ഒരു കേന്ദ്രഭരണ പ്രദേശമാണ്. നിലവിൽ ലഡാക്കിന് 2 ജില്ലകളാണുള്ളത്. ഒരു ജില്ല കാർഗിൽ, അതാണ് ഒരു ജില്ല. വേറൊന്ന് ലേ എന്നിങ്ങനെ 2 ജില്ലകളാണ് ഏതിനുള്ളത്? ലഡാക്കിനുള്ളത്. പക്ഷേ ലഡാക്കിന് ഇപ്പോൾ പുതിയ 5 ജില്ലകൾ കൂടി വരികയാണ്.
ലഡാക്കിൽ ഇപ്പോൾ പുതിയ 5 ജില്ലകൾ കൂടി വരികയാണ്. അപ്പോൾ ലഡാക്കിലെ ആകെ ജില്ലകളുടെ എണ്ണം എന്ന് പറയുന്നത് 7 ആയിട്ട് മാറും. നിലവിൽ 2 എണ്ണമാണുള്ളത്, 5 എണ്ണം കൂടി വരുന്നു. അപ്പോൾ ആകെ ജില്ലകളുടെ എണ്ണം 7 ആയിട്ട് മാറും. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും 2026 ഏപ്രിൽ മാസത്തിൽ പുതിയ 5 ജില്ലകൾ കൂടി വന്നത് ഏത് കേന്ദ്രഭരണ പ്രദേശത്താണ് എന്ന് ചോദിച്ചാൽ അതെവിടെയാണ്? ലഡാക്കിലാണ്. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റിലോട്ട് വരാം. ഇന്ത്യയിൽ ആദ്യമായിട്ട് വനിതാ കാൻഡിഡേറ്റ്സ് ചെസ് ടൂർണമെന്റ് വിജയിച്ച ആദ്യമായിട്ട് വനിതാ കാൻഡിഡേറ്റ്സ് ചെസ് ടൂർണമെന്റ് വിജയിച്ച വനിത ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ഇപ്പൊ നമ്മൾ 2025 ഗുകേഷിന്റെ കാര്യം പറഞ്ഞു. അദ്ദേഹം ലോക ചാമ്പ്യൻ ആയിട്ടുള്ള ഡിങ് ലിറനെ പരാജയപ്പെടുത്തി ലോക ചെസ് കിരീടം നേടി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലോക ചെസ് ചാമ്പ്യനായി അല്ലെ? ആ പറഞ്ഞ ഡി ഗുകേഷ് ഈ പറഞ്ഞ കാൻഡിഡേറ്റ്സ് ചെസ് ടൂർണമെന്റ് പുരുഷ വിഭാഗത്തിൽ ജയിച്ചിട്ടുണ്ട്. അതിനു മുമ്പ് വിശ്വനാഥൻ ആനന്ദ് പുരുഷ വിഭാഗത്തിൽ കാൻഡിഡേറ്റ്സ് ചെസ് ടൂർണമെന്റ് ജയിച്ചിട്ടുണ്ട്. പക്ഷേ ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ വനിത കാൻഡിഡേറ്റ്സ് ചെസ് ടൂർണമെന്റ് ജയിക്കുന്നത്. ആരാണ് എന്ന് ചോദിച്ചാൽ വൈശാലി രമേഷ് ബാബു ആണ്. വൈശാലി രമേഷ് ബാബു. നിങ്ങൾ പ്രജ്ഞാനന്ദ എന്ന് പറയുന്ന ഒരു ചെസ് താരത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. അയാളുടെ സഹോദരിയാണ് ആര്? വൈശാലി രമേഷ് ബാബു. എന്താണ് കാൻഡിഡേറ്റ്സ് ചെസ് ടൂർണമെന്റിന്റെ പ്രാധാന്യം എന്ന് ചോദിച്ചാൽ ഈ കാൻഡിഡേറ്റ്സ് ചെസ് ടൂർണമെന്റ് ജയിക്കുന്ന ആളാണ് നിലവിലെ ലോക ചാമ്പ്യനുമായിട്ട് ഇനി മത്സരിക്കുന്നത്. ചെസ് ലോക ചാമ്പ്യൻ ആകുന്നതിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ നിലവിലുള്ള ചെസ് ചാമ്പ്യനുമായിട്ട് മത്സരിക്കുന്നത് ആരാണ്? ഈ പറഞ്ഞ കാൻഡിഡേറ്റ്സ് ചെസ് ടൂർണമെന്റ് ജയിക്കുന്ന ആളാണ്. നിലവിലത്തെ ലോക വനിതാ ചെസ് ചാമ്പ്യൻ എന്ന് പറയുന്നത് ജു വെൻജുൻ ആണ്. ആരാണ്? ജു വെൻജുൻ. ആ ജു വെൻജുനുമായിട്ട് മത്സരിക്കാനുള്ള യോഗ്യതയാണ് വനിതാ കാൻഡിഡേറ്റ്സ് ചെസ് ടൂർണമെന്റ് ജയിച്ചതിലൂടെ വൈശാലി രമേഷ് ബാബു കരസ്ഥമാക്കിയത്. അതൊരു നല്ലൊരു അച്ചീവ്മെന്റ് ആണ്. അപ്പൊ ആ കാര്യം ഒന്ന് ശ്രദ്ധിച്ച് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. എന്താണ് ഒപെക്? ഒപെക് എന്ന് പറയുന്നത് ഒരു സംഘടനയാണ് അല്ലെ? ഒപെക് എന്ന് പറയുന്നത് ഒരു സംഘടനയാണ്. അതിൻ്റെ പൂർണ്ണ രൂപം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ്. ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ് എന്നുള്ളതാണ് ഒപെക്കിൻ്റെ പൂർണ്ണ രൂപം. ഒപെക് രൂപീകരിക്കപ്പെടുന്നത് ഏത് കൊല്ലമാണ്? ഒപെക് രൂപീകരിക്കപ്പെടുന്നത് 1960-ലാണ്. 1960-ലാണ് ഒപെക് എന്ത് ചെയ്യുന്നത്? രൂപീകരിക്കപ്പെടുന്നത്. ഒപെക്കിന്റെ നിലവിലുള്ള ആസ്ഥാനം, ഒപെക്കിന്റെ ഇപ്പോഴത്തെ ആസ്ഥാനം എവിടെയാണ് എന്ന് ചോദിച്ചാൽ അത് വിയന്നയിലാണ്. എവിടെയാണ്? വിയന്ന. ഓസ്ട്രിയയുടെ തലസ്ഥാനമാണ് വിയന്ന. വിയന്നയിലാണ് ഒപെക്കിന്റെ ഇപ്പോഴത്തെ ആസ്ഥാനം. ഒപെക്കിൽ എത്ര അംഗരാജ്യങ്ങളുണ്ട് എന്ന് ചോദിച്ചാൽ നേരത്തെ നമ്മൾ 12 അംഗരാജ്യങ്ങളുണ്ടെന്ന് പറയുമായിരുന്നു. ഇപ്പോൾ 11 അംഗരാജ്യങ്ങൾ മാത്രമേ ഒപെക്കിലുള്ളൂ. അതായത് ഈ അടുത്ത കാലത്ത്, അതായത് 2026 ഏപ്രിൽ മാസത്തിൽ ഈ പറഞ്ഞ സംഘടനയിൽ നിന്ന് ഒരു രാജ്യം പിന്മാറി. ഏതാണ് ആ രാജ്യം എന്നുള്ളതാണ് ചോദ്യം. UAE. ഏതാണ്? UAE ആണ് ഈ അടുത്ത കാലത്ത് ഒപെക്കിൽ നിന്ന് പിന്മാറിയത്. അപ്പോൾ ഒപെക് എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ്, ഒരു സംഘടനയാണ്. അത് രൂപീകരിക്കപ്പെട്ടത് 1960-ലാണ്. അതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് വിയന്നയാണ്. നിലവിൽ ഒപെക്കിൽ 11 അംഗങ്ങളാണുള്ളത് UAE പിന്മാറിയതിന് ശേഷം. അപ്പോൾ 2026 ഏപ്രിലിൽ ഒപെക് സംഘടനയിൽ നിന്ന് പിന്മാറിയ രാജ്യം ഏത് എന്ന് ചോദിച്ചാൽ അത് UAE ആണ്. അപ്പോൾ അത് ശ്രദ്ധിച്ച് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് നാസയുടെ ഒരു ദൗത്യത്തിലോട്ട് വരാം. ഈ അടുത്ത കാലത്ത് ഒരുപാട് ശ്രദ്ധ നേടിയ നാസയുടെ ഒരു ദൗത്യമുണ്ട്. അതാണ് ആർടെമിസ് 2. ആർടെമിസ് 2 എന്ന് പറയുന്ന ദൗത്യം. എന്താണ് ആർടെമിസ് 2 എന്ന് പറയുന്ന ദൗത്യത്തിനെ ഇത്രയും പ്രശസ്തമാക്കുന്നത് എന്ന് ചോദിച്ചാൽ 1972 അപ്പോളോ ദൗത്യത്തിന് ശേഷം ചന്ദ്രനെ ചുറ്റി വരാൻ വേണ്ടിയിട്ട് പോയ ഒരു ഈ പറഞ്ഞ പേടകമുണ്ട്. ആ പേടകവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ദൗത്യമാണ് ആർടെമിസ് 2 അല്ലെ? ഏതാണ്ട് 50 കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഈ പറഞ്ഞ ചന്ദ്രനെ ചുറ്റി വരാൻ വേണ്ടിയിട്ട് ഒരു ഈ പറഞ്ഞ ക്രൂ ദൗത്യം പോയിട്ടുള്ളത്. ക്രൂ ദൗത്യം എന്ന് പറയുമ്പോൾ അതിനകത്ത് ആളുണ്ട്. ഇപ്പോൾ ചന്ദ്രയാൻ എന്ന് പറയുന്നതും ചന്ദ്രനിൽ പോയിട്ട് വന്നതാണ്. പക്ഷെ അതൊരു ക്രൂ ദൗത്യമല്ല, ആളില്ലായിരുന്നു.
അപ്പോൾ 1972 അപ്പോളോ ദൗത്യത്തിന് ശേഷം ചന്ദ്രനെ വലം വയ്ക്കാൻ പോയ ക്രൂ ദൗത്യം എന്നുള്ള പ്രത്യേകതയാണ് ആർടെമിസ് 2 ആർടെമിസ് 2 എന്ന് പറയുന്നത് ആ ദൗത്യത്തിൻ്റെ പേരാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു പേടകം ഉണ്ടാവുമല്ലോ, അല്ലെ? അതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ കറങ്ങി വരാൻ അതിനകത്തിരിക്കാൻ ഒരു പേടകം വേണ്ടേ? അപ്പോൾ ഒരു പേടകം ഉണ്ടായിരിക്കുമല്ലോ. ആ പേടകത്തിന് കൊടുത്തിരിക്കുന്ന പേരാണ് ഓറിയോൺ. ആ പേടകത്തിന് കൊടുത്തിരിക്കുന്ന പേരാണ് എന്ത്? ഓറിയോൺ. അപ്പോൾ എന്താണ് ആർടെമിസ് 2 എന്ന് ചോദിച്ചാൽ നാസയുടെ ഒരു ദൗത്യമായിരുന്നു. 2026 ഏപ്രിൽ മാസത്തിലെ നാസയുടെ ഒരു ദൗത്യമായിരുന്നു. ആ ദൗത്യത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ 972 ശേഷം, അപ്പോളോ ദൗത്യത്തിന് ശേഷം ആദ്യമായിട്ടാണ് നാസയുടെ ഒരു ക്രൂ ദൗത്യം എന്ത് ചെയ്യുന്നത്? ചന്ദ്രനെ വലം വയ്ക്കുന്നത്. വലം വെച്ചതേ ഉള്ളൂ, ചന്ദ്രനെ ചെന്ന് ഇറങ്ങിയിട്ടില്ല. ചന്ദ്രനെ വലം വയ്ക്കുന്നത് എന്നുള്ളതായിരുന്നു അതിൻ്റെ പ്രത്യേകത. അത് മാത്രമല്ല, ഭൂമിയിൽ നിന്നും ഏറ്റവും ദൂരത്തിൽ സഞ്ചരിച്ച പേടകം എന്നുള്ള ബഹുമതിയും ഇപ്പോൾ ഏത് പേടകത്തിനാണ്? ഈ ആർടെമിസ് 2 ഭാഗമായിട്ട് പോയ ഓറിയോൺ എന്ന് പറയുന്ന ആ പേടകത്തിനാണ്. അതിനകത്ത് 4 പേര് ഉണ്ടായിരുന്നു. ആ പേടകത്തിൽ 4 പേരാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആർടെമിസ് 2 അല്ലെ, ഇതൊരു ക്രൂ ദൗത്യമാണ്. ക്രൂ ദൗത്യം എന്ന് പറഞ്ഞാൽ ആളുണ്ടായിരുന്നു, ചന്ദ്രനെ വലം വയ്ക്കാൻ അതിനകത്ത് ആളുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്, അല്ലെ? ഏറ്റവും വിദൂരതയിലേക്ക് എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നിന്ന് ഏറ്റവും വിദൂരതയിലേക്ക് സഞ്ചരിച്ച ദൗത്യമാണ് ആർടെമിസ് 2 എന്ന് പറയുന്ന ദൗത്യം. മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ചന്ദ്രന്റെ മറുവശം ആദ്യമായിട്ട് കണ്ട ദൗത്യവും ഇതാണ്. മനുഷ്യർ ഇതുവരെ ചന്ദ്രന്റെ മറുവശം കണ്ടിട്ടില്ല. അപ്പോൾ ചന്ദ്രന്റെ മറുവശം കണ്ട ആദ്യത്തെ ദൗത്യം, അതിന്റെ ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ട്. ആദ്യ ദൗത്യവും ഏതാണ്? ഈ പറഞ്ഞ ആർടെമിസ് 2 എന്ന് പറയുന്ന ദൗത്യമാണ്. അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. 972 അപ്പോളോ ദൗത്യത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഈ പറഞ്ഞ ഒരു ക്രൂ, ഈ പറഞ്ഞൊരു മോഡ്യൂളിനകത്ത്, അതായത് ഓറിയോൺ എന്ന് പറയുന്ന മോഡ്യൂളിനകത്ത് ചന്ദ്രനെ ചുറ്റി വന്നത്. അതാണ് ആ ഒരു ക്രൂ ദൗത്യമാണ് എന്നുള്ള ഒരു പ്രത്യേകത. പിന്നെ അത് കഴിഞ്ഞ് ഏറ്റവും വിദൂരതയിലേക്ക്, ഭൂമിയിൽ നിന്ന് ഏറ്റവും വിദൂരതയിലേക്ക് സഞ്ചരിച്ച ദൗത്യം എന്നുള്ള പ്രത്യേകത, ചന്ദ്രന്റെ മറുവശം കണ്ടു എന്നുള്ള പ്രത്യേകത. ചന്ദ്രന്റെ മറുവശം ആദ്യമായിട്ട് മനുഷ്യൻ കാണുന്നത് ഈ പറഞ്ഞ ദൗത്യത്തിന്റെ ഭാഗമായിട്ടാണ്. ഇനി ഈ പറഞ്ഞ ദൗത്യം വിക്ഷേപിക്കപ്പെട്ടത് എന്നാണ്, അതായത് ആർടെമിസ് 2 വിക്ഷേപിക്കപ്പെട്ടത് എന്നാണെന്ന് ചോദിച്ചാൽ 2026 ഏപ്രിൽ 2-നാണ്. 2026 ഏപ്രിൽ 2-നാണ് ആർടെമിസ് 2 എന്ത് ചെയ്യുന്നത്? വിക്ഷേപിക്കപ്പെടുന്നത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ പുസ്തകത്തിൽ ഏപ്രിൽ 1 എന്ന് വായിച്ചിരിക്കാം. അത് എവിടുത്തെ സമയമാണ്? അമേരിക്കൻ സമയം അനുസരിച്ചാണെങ്കിൽ അത് ഏപ്രിൽ 1-ആണ്. ഇന്ത്യൻ സമയപ്രകാരം അത് ഏപ്രിൽ 2-ആണ്. ആർടെമിസ് 2 വിക്ഷേപിക്കപ്പെട്ടത് ഇന്ത്യൻ സമയം 2026 ഏപ്രിൽ 2-നാണ്. 10 ദിവസമായിരുന്നു ദൗത്യം. മൊത്തം ദൗത്യം 10 ദിവസമായിരുന്നു. അപ്പോൾ അത് തിരിച്ച് വന്നത്, ഭൂമിയിൽ തിരിച്ചു വന്നത്, അതായത് നമ്മൾ സ്പ്ലാഷ് ഡൗൺ ചെയ്തു എന്ന് പറയും. അത് സമുദ്രത്തിലാണ് വന്ന് വീഴുന്നത്. ആ പറഞ്ഞ പേടകം വന്ന് വീഴുന്നത് സമുദ്രത്തിലാണ്. ആ സമുദ്രത്തിൽ നിന്ന് പിന്നീട് നമ്മൾ ബോട്ടിൽ കയറ്റിയാണ് കരയ്ക്ക് പേടകത്തിനെ എത്തിക്കുന്നത്. ആ ഓറിയോൺ എന്ന് പറയുന്ന പേടകത്തിനെ എത്തിക്കുന്നത് അങ്ങനെയാണ്. അതിന് നമ്മൾ പറയുന്നത് സ്പ്ലാഷ് ഡൗൺ എന്നാണ്. അപ്പോൾ ആ പറഞ്ഞ ദൗത്യം പൂർണ്ണമായതെന്ന്, അല്ലെങ്കിൽ അത് ഭൂമിയിൽ തിരിച്ചു വന്നതെന്ന് എന്ന് ചോദിച്ചാൽ 2026 ഏപ്രിൽ 11-നാണ്. 2026 ഏപ്രിൽ 11 ഇന്ത്യൻ സമയം. ശരി, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അത്യാവശ്യം അറിയണം. ഇനി അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ക്രൂ ദൗത്യം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ക്രൂ ആരൊക്കെയാണ്, അവർക്ക് എന്തൊക്കെ പ്രത്യേകതകളാണ് ഉണ്ടായിരുന്നത്, അതുപോലുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി അവിടെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതെല്ലാം ഞാൻ നോട്ടിനകത്ത് പറഞ്ഞേക്കാം. ഈ ഒരു കാര്യത്തെക്കുറിച്ച് മാത്രം നമുക്കൊരു 40-50 മിനിറ്റ് സംസാരിക്കാനായിട്ടുണ്ട്. അപ്പോൾ അത്രയും സമയം ഈ ക്ലാസ്സിനകത്ത് ഇത് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ നോട്ടിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ വരാൻ പോകുന്ന പരീക്ഷകൾക്ക് തീർച്ചയായിട്ടും നാസയുടെ ഈ ദൗത്യവുമായി ബന്ധപ്പെട്ട് ചോദ്യമുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഈ ഭാഗം സീരിയസ് ആയിട്ട് എടുത്ത് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കണം. അപ്പോൾ ഞാൻ ഇതൊന്നിപ്പോൾ സൂചിപ്പിച്ചതേ ഉള്ളൂ, ഇതിൽ നിൽക്കത്തില്ല. കുറേ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്, അത് കണ്ടെത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു പോയിന്റിലോട്ട് വരാം. കോവിഡ്-19 അല്ലെ, കോവിഡ്-19 എന്താണെന്ന് നമുക്കറിയാം. വൈറസ് ആണ്. കോവിഡ്-19 രോഗമാണ്. അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വൈറസ്, അല്ലെ, കൊറോണ വൈറസ് എന്നൊക്കെ നമ്മൾ പറയുന്ന കോവിഡ്-19 വൈറസ്, അതിൻ്റെ ഏറ്റവും പുതിയ രൂപം,
COVID-19 വൈറസിന് ജനിതക മാറ്റം ഉണ്ടായി. ഏറ്റവും പുതിയ രൂപം ഇപ്പോൾ ഈ പറഞ്ഞ ലോകത്ത് പല ഭാഗത്തും പ്രത്യക്ഷപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ചും അമേരിക്കയിലും മറ്റുമൊക്കെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അങ്ങനെ വാർത്തയിൽ വരുന്നുണ്ട്. അപ്പോൾ COVID-19 വൈറസിൻ്റെ ജനിതക മാറ്റം സംഭവിച്ച പുതിയ വകഭേദം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് സിക്കാഡ വൈറസ് എന്ന് പറയും. സിക്കാഡ വൈറസ്. അപ്പോൾ 2026 ഏപ്രിൽ മാസത്തിൽ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ പടർന്നു പിടിച്ച COVID-19 ജനിതക മാറ്റം വന്ന പുതിയ വകഭേദം ഏത് എന്ന് ചോദിച്ചാൽ അത് സിക്കാഡ വൈറസ് എന്ന് പറയും. ഏതാണ്? സിക്കാഡ വൈറസ്. നേരത്തെ COVID-19 അതിന് വേറൊരു ഈ പറഞ്ഞ ജനിതക മാറ്റം സംഭവിച്ച് വേറൊരു വൈറസ് ആയിട്ട് അത് മാറി. അതാണ് നിങ്ങൾ ഒമിക്രോൺ എന്ന് കേൾക്കുന്നത് അല്ലേ? COVID-19 വൈറസിൻ്റെ തന്നെ വേറെ ജനിതക മാറ്റം വന്ന മറ്റൊരു ഈ പറഞ്ഞ രൂപമാണ് ഏത്? ഒമിക്രോൺ വൈറസ്. ആ ഒമിക്രോൺ വൈറസിൻ്റെ പിൻഗാമിയാണ് ഇപ്പോൾ ഏത്? സിക്കാഡ വൈറസ്. സിക്കാഡ വൈറസ് അല്ലെങ്കിൽ BA.3.2 എന്നും പറയും. സിക്കാഡ വൈറസ് അല്ലെങ്കിൽ BA.3.2 എന്ന് പറയും. അത് സാധാരണഗതിയിൽ സിക്കാഡ വൈറസ് എന്ന് തന്നെ തന്നിരിക്കുക. അപ്പോൾ COVID-19 പുതിയ വകഭേദമാണ് ഏത്? സിക്കാഡ വൈറസ് എന്ന് ഓർക്കുക. 2026 അമേരിക്ക അതുപോലെയുള്ള ചില രാജ്യങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട റിപ്പോർട്ട് ചെയ്യപ്പെട്ട പുതിയ വകഭേദമാണ്. കോവിഡ് വൈറസിന്റെ പുതിയ വകഭേദമാണ് സിക്കാഡ വൈറസ് എന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് 2026 G7 ഉച്ചകോടി, 52ാമത് ഉച്ചകോടിയാണ് 2026 G7 ഉച്ചകോടി. അതിൻ്റെ വേദി ഏതാണ് എന്ന് ചോദിച്ചാൽ ഫ്രാൻസിലാണ് നടക്കുന്നത്. 2026 G7 ഉച്ചകോടിയുടെ വേദി ഏതാണെന്ന് ചോദിച്ചാൽ ഫ്രാൻസ് ആണ് അല്ലേ? G7 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ പറഞ്ഞ ഗ്രൂപ്പിനകത്ത് 7 രാജ്യങ്ങളാണുള്ളത്. അപ്പോൾ G7 രാജ്യങ്ങൾ ഏതൊക്കെ എന്ന് തീർച്ചയായിട്ടും അറിഞ്ഞു വയ്ക്കണം. അല്ലാതെ ഫ്രാൻസ് എന്ന് മാത്രം പഠിച്ചുകൊണ്ട് പോയിട്ട് കാര്യമില്ല. അങ്ങനെ പരീക്ഷയ്ക്ക് ചോദ്യം തരത്തില്ല. അതുകൊണ്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. അതെല്ലാം പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങളായിരിക്കും. അപ്പോൾ 2026 G7 ഉച്ചകോടി അതിൻ്റെ വേദി ഫ്രാൻസ് ആണ്. G7 രാജ്യങ്ങൾ ഏതൊക്കെ എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ 7 രാജ്യങ്ങളാണ്. അപ്പോൾ അതിലൊന്ന് കാനഡയുണ്ട്, വേറൊന്ന് USA ഉണ്ട്. കാനഡ USA അതായത് വടക്കേ അമേരിക്കൻ രാജ്യങ്ങളാണ് ഇത് രണ്ടും, കാനഡ USA. ഇനി അത് കഴിഞ്ഞിട്ട് യൂറോപ്യൻ രാജ്യങ്ങൾ 4 എണ്ണം വേറെയുണ്ട്. അപ്പോൾ അതിൽ വരുമ്പോൾ ആദ്യം UK വരും, ബ്രിട്ടൻ വരും, പിന്നെ അത് കഴിഞ്ഞിട്ട് ഫ്രാൻസ് വരും. UK ഉണ്ടെങ്കിൽ എന്തായാലും ഫ്രാൻസും ഉണ്ട്. അപ്പോൾ ആദ്യം കാനഡ USA, പിന്നെ അത് കഴിഞ്ഞിട്ട് UK ഫ്രാൻസ്, പിന്നെ അത് കഴിഞ്ഞിട്ട് ജർമ്മനി ഇറ്റലി. ജർമ്മനി ഉണ്ടെങ്കിൽ ഇറ്റലി ഉണ്ട്. ജർമ്മനി ഇറ്റലി. ഇപ്പോൾ എത്ര രാജ്യങ്ങളായി? 6 രാജ്യങ്ങളായി. ഇനി ഒരു ഏഷ്യൻ രാജ്യം കൂടിയുണ്ട്. ഏഷ്യൻ രാജ്യം ഏതെന്ന് ചോദിച്ചാൽ ജപ്പാനാണ്. അപ്പോൾ G7 രാജ്യങ്ങൾ ഏതൊക്കെ എന്ന് ചോദിച്ചാൽ USA ഉണ്ട്, കാനഡയുണ്ട്, UK ഉണ്ട്, ഫ്രാൻസ് ഉണ്ട്, ജർമ്മനി ഉണ്ട്, ഇറ്റലി ഉണ്ട്, ജപ്പാൻ ഉണ്ട് എന്നിങ്ങനെ 7 രാജ്യങ്ങളുണ്ട് അല്ലേ? ഈ G7 എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ ആസ്ഥാനം എവിടെയാണ് എന്നും പരീക്ഷയ്ക്ക് ചോദിക്കും. G7 ഗ്രൂപ്പിൻ്റെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ അതിന് പെർമനൻ്റ് ആയിട്ട് ഒരു ആസ്ഥാനം ഇല്ല. G7 എന്ന് പറയുന്ന ഗ്രൂപ്പിന് പെർമനൻ്റ് ആയിട്ടുള്ള ആസ്ഥാനം ഇല്ല. ഇനി അത് കഴിഞ്ഞിട്ട് G7 ഗ്രൂപ്പിൻ്റെ അധ്യക്ഷൻ ആര് എന്ന് ചോദിക്കും. G7 ഗ്രൂപ്പിന് പെർമനൻ്റ് ആയിട്ടുള്ള ഒരു അധ്യക്ഷനില്ല. ഓരോ വർഷവും ഓരോ അംഗരാജ്യങ്ങളായിരിക്കും അധ്യക്ഷ പദവിയിലോട്ട് വരിക. അതായത് G7 പ്രസിഡൻസി സ്ഥാനത്തോട്ട് ഓരോ വർഷവും ഓരോ രാജ്യമായിരിക്കും വരിക. അപ്പോൾ G7 സ്ഥിരമായിട്ട് ഒരു ഈ പറഞ്ഞ ഹെഡ് ക്വാർട്ടർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. G7 സ്ഥിരമായിട്ടൊരു അധ്യക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. G7 എത്ര രാജ്യങ്ങളാണുള്ളത്? 7 രാജ്യങ്ങളാണുള്ളത്. അപ്പോൾ അവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോൾ പറഞ്ഞ കാര്യം എന്താണ്? G7 ഉച്ചകോടി 2026 ഉച്ചകോടി എവിടെ വെച്ച് നടക്കും? ഫ്രാൻസിൽ വെച്ച് നടക്കും. അവിടെ ഒരു കാര്യം കൂടി നിങ്ങൾ ഓർത്തോണം. G7 ആദ്യത്തെ ഉച്ചകോടി 1975 നടന്നത്. G7 ആദ്യത്തെ ഉച്ചകോടി നടന്നത് എവിടെ വെച്ച് എന്ന് ചോദിച്ചാൽ അത് ഫ്രാൻസിൽ വെച്ചിട്ടാണ്. 1975 G7 ആദ്യത്തെ ഉച്ചകോടി നടക്കുന്നത്. ഇപ്പോൾ ഈ 52ാമത് ഉച്ചകോടി നടക്കുന്നതും എവിടെ വെച്ചാണ്? ഫ്രാൻസിൽ വെച്ചാണ് എന്നുള്ളത് ഓർത്ത് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് 2026 ഏഷ്യൻ ഗെയിംസ് 2026 ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത് എവിടെ വെച്ച് എന്ന് ചോദിച്ചാൽ ജപ്പാനിൽ വെച്ചിട്ടാണ് അല്ലേ? ഏഷ്യൻ ഗെയിംസ് 2026 ഏഷ്യൻ ഗെയിംസിൻ്റെ വേദി ജപ്പാനാണ് എന്നുള്ളത് ഓർക്കുക. അതിന് തൊട്ട് മുമ്പ് 2022 അതായത് ഏഷ്യൻ ഗെയിംസ് എപ്പോഴും നടത്തപ്പെടുന്നത് 4 വർഷം കൂടുമ്പോഴാണ്. ഏഷ്യൻ ഗെയിംസ് 4 വർഷം കൂടുമ്പോഴാണ് നടത്തപ്പെടുന്നത്. അപ്പോൾ അതിനു മുമ്പ് ഏഷ്യൻ ഗെയിംസ് അതായത് 2022 ഏഷ്യൻ ഗെയിംസ് നടന്നത് ചൈനയിലാണ്. 2026 ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത് എവിടെ വെച്ചതെന്ന് ചോദിച്ചാൽ ജപ്പാനിലാണ് അല്ലേ?
അപ്പോൾ തൊട്ട് മുമ്പിലത്തെ ഏഷ്യൻ ഗെയിംസ് നടന്നത് എവിടെ വെച്ചാണ്? ചൈനയിൽ വെച്ചിട്ടാണ്. 2026 ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത് ജപ്പാനിൽ വെച്ചിട്ടാണ്. എത്ര കൊല്ലം കൂടുമ്പോഴാണ് ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത് എന്ന് ചോദിച്ചാൽ 4 കൊല്ലം കൂടുമ്പോഴാണ്. ആദ്യത്തെ ഏഷ്യൻ ഗെയിംസ് നടന്നത് എവിടെ വെച്ചാണെന്ന് അറിയാമോ? അത് 1951 ആദ്യത്തെ ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത്. ആദ്യത്തെ ഏഷ്യൻ ഗെയിംസ് 1951 നടക്കുന്നത് ഇന്ത്യയിൽ വെച്ചിട്ടാണ്, ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ്. ആദ്യത്തെ ഏഷ്യൻ ഗെയിംസ് നടന്നത് എവിടെ വെച്ചിട്ടാണ്? ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മളിപ്പോൾ കറണ്ട് അഫയേഴ്സ് ആണ് പഠിക്കുന്നത്. മറ്റുള്ള കാര്യങ്ങൾ നിങ്ങൾ തപ്പി കണ്ടുപിടിക്കേണ്ടത് ആവശ്യമാണ്. ആ ഒരു ഭാഗത്തോട്ട് നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് പോകാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി നിങ്ങൾ പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അപ്പോൾ 2026 ഏഷ്യൻ ഗെയിംസ് എവിടെ നടക്കും? ജപ്പാനിൽ നടക്കും. ഇനി അത് കഴിഞ്ഞിട്ട് 2026 കോമൺവെൽത്ത് ഗെയിംസിൻ്റെ വേദി. 2026 കോമൺവെൽത്ത് ഗെയിംസിൻ്റെ വേദി അല്ലേ? ഈ ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ തെറ്റിക്കാനുള്ള സാധ്യതയുണ്ട്. ഓപ്ഷനിൽ ആദ്യം ഇന്ത്യ എന്ന് കൊടുത്തിരിക്കും. 2030 കോമൺവെൽത്ത് ഗെയിംസ് ആണ് ഇന്ത്യയിൽ വെച്ച് നടക്കുന്നത്. 2026 കോമൺവെൽത്ത് ഗെയിംസ് നടക്കാൻ പോകുന്നത് ഗ്ലാസ്ഗോയിൽ വെച്ചിട്ടാണ്. ഗ്ലാസ്ഗോ എന്ന് പറഞ്ഞാൽ സ്കോട്ട്ലാൻഡിലെ ഒരു പട്ടണമാണ് ഗ്ലാസ്ഗോ. അപ്പോൾ 2026 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി ഗ്ലാസ്ഗോ, അതായത് എവിടെ? സ്കോട്ട്ലാൻഡ്. ശരി, ഇനി അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കോമൺവെൽത്ത് ഗെയിംസ് ആദ്യം നടന്നത് എവിടെ വെച്ചാണെന്ന് അറിയാമോ? കോമൺവെൽത്ത് ഗെയിംസ് ആദ്യം നടന്നത് എവിടെ വെച്ചാണെന്ന് ചോദിച്ചാൽ അത് ഹാമിൽട്ടൺ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ്. ഹാമിൽട്ടൺ എന്ന് പറയുന്ന സ്ഥലം എവിടെയാണ്? കാനഡയിൽ. 1930 1930 ആദ്യത്തെ കോമൺവെൽത്ത് ഗെയിംസ് നടക്കുന്നത്. എവിടെ വെച്ചാണ് എന്ന് ചോദിച്ചാൽ ഹാമിൽട്ടണിൽ വെച്ചിട്ടാണ്. 1930 ആദ്യത്തെ കോമൺവെൽത്ത് ഗെയിംസ് നടക്കുന്നു. എവിടെ വെച്ച് നടക്കുന്നു? ഹാമിൽട്ടണിൽ വെച്ച് നടക്കുന്നു. അന്ന് അതിൻ്റെ പേര് ഇതല്ല. ഏതാണ്? കോമൺവെൽത്ത് ഗെയിംസ് എന്നല്ല. അന്ന് അതിൻ്റെ പേര് ബ്രിട്ടീഷ് എംപയർ ഗെയിംസ് എന്നാണ്. ബ്രിട്ടീഷ് എംപയർ ഗെയിംസ്. അപ്പോൾ പണ്ട് ബ്രിട്ടീഷ് എംപയർ ഗെയിംസ് എന്നറിയപ്പെട്ടിരുന്നത് ഈ പറഞ്ഞ ടൂർണമെൻ്റ് ആണ്, ഏത് ഗെയിംസ് ആണ് എന്ന് ചോദിച്ചാൽ അത് കോമൺവെൽത്ത് ഗെയിംസ് ആണ് അല്ലേ? കോമൺവെൽത്ത് ഗെയിംസ് ആദ്യം നടന്നത് എവിടെ വെച്ചിട്ടാണ്? ഹാമിൽട്ടൺ, കാനഡ. ഏത് വർഷമാണ്? 1930 അല്ലേ? അപ്പോൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് 2026 ഏപ്രിൽ മാസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട, എടുത്തു പറയാം, ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രമേ ക്ലാസ്സിനകത്ത് അവതരിപ്പിച്ചിട്ടുള്ളൂ. അതിൽ ഞാൻ പറഞ്ഞ ചില പോയിന്റുകളിൽ തന്നെ ചില കാര്യങ്ങൾ കൂടുതൽ റിസർച്ച് നിങ്ങൾ നടത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആർട്ടമിസ് 2 കാര്യമൊക്കെ ശ്രദ്ധയോടുകൂടി പഠിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കണം. അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പ്രോത്സാഹിപ്പിക്കണം, നിങ്ങളുടെ കൂട്ടുകാരിലോട്ട് ഈ വീഡിയോ എത്തിക്കണം. അങ്ങനെ ഉള്ള ഒരു സഹകരണം നിങ്ങളുടെ ഭാഗത്തുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി.